വെൽക്കം ടു NCERT +9 +2 ഫിസിക്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ദിസ് ഇസ് 12th ചാപ്റ്റർ വിച്ച് ഇസ് ദ തെർമോഡൈനാമിക്സ്. അപ്പം ഞാൻ പഴയ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് 12th ചാപ്റ്റർ ആയത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 11th ചാപ്റ്റർ. ഓക്കെ, അത് ചാപ്റ്റർ നമ്പർ വ്യത്യാസമാണെന്നുള്ളൂ, കണ്ടന്റ്സ് എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ചാപ്റ്റർ തുടങ്ങാം. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ കാണാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ തെർമൽ എനർജിയെ ഗവേൺ ചെയ്യുന്ന കുറേ ലോസ് ഒക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്താണ് ഈ തെർമൽ എനർജിയെ കുറിച്ചുള്ള കുറച്ച് ലോസ് കാണും. അതുപോലെ തന്നെ ചില പ്രോസസ്സുകൾ, അതായത് വർക്ക് ഹീറ്റ് ആവുന്നു, അതുപോലെ തന്നെ തിരിച്ച് ഹീറ്റ് വർക്ക് ആവുന്നു, ഇങ്ങനത്തെ കുറെ പ്രോസസ്സുകൾ കാണും. അപ്പൊ നമുക്കറിയാം വിന്റർ ടൈമിൽ നമ്മുടെ പാംസ് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ വാമറായിട്ട് ചൂട് തോന്നും. അപ്പൊ എന്താണ്, നമ്മൾ ആ റബ്ബിംഗ് ആണ്, അവിടുത്തെ ആ റബ്ബിങ്ങിലൂടെ ചെയ്യുന്ന ആ വർക്ക് എന്ന് പറയുന്നത്, ദാറ്റ് വർക്ക് ഡൺ, ആ റബ്ബിങ്ങിൽ ഉണ്ടായ ആ വർക്ക് എന്ന് പറയുന്നതാണ് ഹീറ്റ് ഉണ്ടാക്കുന്നത്. സോ ഇവിടെ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് എന്തായി, ഹീറ്റായിട്ട് കൺവേർട്ട് ആയി. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീം എഞ്ചിനെ നമ്മൾ നോക്കിയാൽ അറിയാം, സ്റ്റീമിന്റെ ഹീറ്റ് ആണ് പിസ്റ്റൺ മൂവ് ചെയ്യാനുള്ള വർക്ക് ചെയ്യുന്നത്. ആ പിസ്റ്റൺ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് പിസ്റ്റൺ ആണ് എന്ത് ചെയ്യുന്നത്, പിന്നെ ട്രെയിനിന്റെ വീൽസിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഇൻ ദാറ്റ് കേസ് ഹീറ്റ് എന്ന് പറയുന്നത് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ചാപ്റ്ററിൽ കാണാൻ പോകുന്നത്. ഓക്കെ, തെർമൽ എനർജി ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ കാണാൻ പോകുന്നത്. അപ്പം ഈ ഹീറ്റ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിലേക്ക് തന്നെ എത്താൻ വേണ്ടിയിട്ട് സയന്റിസ്റ്റിന് ഒരുപാട് സമയം എടുത്തിരുന്നു. അപ്പം നമ്മളെ ഇന്നത്തെ കൺസെപ്റ്റ് അനുസരിച്ച് ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി, വി നോ ദാറ്റ്. പക്ഷെ പണ്ടത്തെ പിക്ചർ അനുസരിച്ച് ഹീറ്റിനെ ഒരു ഫ്ലൂയിഡ് ആയിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അതായത് ഒരു കാണാൻ പാടില്ലാത്ത ഒരു ഫ്ലൂയിഡ്. ഇപ്പൊ നമ്മൾ എയർ വാട്ടർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയായിരുന്നു ഹീറ്റ്. ഇൻവിസിബിൾ ആയിട്ടുള്ള, കാണാൻ പറ്റാത്ത ഒരു ഫ്ലൂയിഡ്. അത് എല്ലാ സബ്സ്റ്റൻസിന്റെ പോഴ്സിലും സുഷിരങ്ങളിൽ ഇരിക്കും, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഒരു ഹോട്ട് ബോഡി ഒരു കോൾഡ് ബോഡിയിൽ കോണ്ടാക്ട് ആവുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ ഫ്ലൂയിഡിനെ, അത് ഓൾഡൻ ടൈംസ് വെരി ഏൻഷ്യന്റ് ടൈമാണ്. അപ്പം ഹീറ്റിനെ എന്തായിട്ടാണ്, ഹീറ്റ് ഇസ് കൺസിഡർഡ് ടു ബി ഫ്ലൂയിഡ്. ആൻഡ് ആ ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് കാലോറിക് എന്നാണ് ആ ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേര്, കാലോറിക്. ഒക്കെ ഇങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പം ഒരു ഹോട്ട് ബോഡി ഒരു കോൾഡ് ബോഡിയിൽ കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുമ്പം ഈ ഫ്ലൂയിഡ് എന്ന് പറയുന്ന കോൾഡർ ബോഡിയിൽ നിന്ന് ഹോട്ടർ ബോഡിയിലേക്ക് മൂവ് ചെയ്യും. ഇപ്പൊ ഒരു കോൾഡ് ബോഡിയും ഒരു ഹോട്ട് ബോഡിയും കൂടി ഇങ്ങനെ കോണ്ടാക്ട് ആയിട്ട് അടുത്തടുത്തിരിക്കുകയാണെങ്കിൽ ഈ ഫ്ലൂയിഡ് ഈ കോൾഡർ ബോഡിയിൽ നിന്ന് ഈ ഹോട്ടർ ബോഡിയിലേക്ക് ഈ കാലോറിക് എന്ന് പറയുന്ന ഈ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യും എന്നുള്ള തരത്തിലായിരുന്നു പണ്ടത് അവർ ധരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, പണ്ടത്തെ ആൾക്കാർ. അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് 2 ടാങ്ക് ഉണ്ടെന്ന് വിചാരിക്കാം. 2 ടാങ്ക്, അതിൻ്റെ അകത്ത് രണ്ടിൻ്റെ അകത്തും വേറെ വേറെ ലെവൽ വരെയാണ് വെള്ളം എന്ന് വിചാരിക്കാം. അപ്പൊ ഒരു പൈപ്പ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, വാട്ടറിന്റെ ഫ്ലോ നടക്കും ടാങ്ക്സിൽ നിന്ന്. എത്ര വരെ, ആ 2 ടാങ്കിലെ ലെവൽസ് സെയിം ആവുന്നിടം വരെ ഇത് ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവർ ഇതിനെ കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം ഈ കാലറിക് ലെവൽസ് ഈക്വൽ ആവുന്നിടം വരെ, അത് കാലറിക് ലെവൽസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ടെമ്പറേച്ചർ ആണ്. അത് കാലറിക് ലെവൽ എന്നിവർ ഉദ്ദേശിക്കുന്നത് ടെമ്പറേച്ചർ ആണ്. കാലറിക് ലെവൽസ് ടെമ്പറേച്ചർ, അത് ഈക്വലൈസ് ആവുന്നിടം വരെ ഈ ഹീറ്റ് ഫ്ലോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, പക്ഷെ ഇവിടെ അവർ ഹീറ്റ് എന്ന് ഉദ്ദേശിച്ച് ഹീറ്റ് ഫ്ലോ നടക്കും, പക്ഷെ ഹീറ്റ് ഫ്ലോ എന്ന് പറയുന്നത് ഹീറ്റ് ഇസ് റിഗാർഡ് ആസ് എ ഫ്ലൂയിഡ്. ഓക്കെ, അപ്പം ഈ ഹീറ്റ് എന്ന് പറഞ്ഞ ഫ്ലൂയിഡ് ആണ് ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിലാണ് പക്ഷെ ഇതിനെ അവർ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്കറിയാം ഇന്നത്തെ കൺസെപ്റ്റില് ഹീറ്റ് ഇസ് നോട്ട് എ ഫ്ലൂയിഡ് ആൻഡ് ഹീറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി. ഇന്നത്തെ കൺസെപ്റ്റില് ഹീറ്റ് എന്ന് പറയുന്നത് ഒരു എനർജി ഫോം ആണ്, അത് ഫ്ലൂയിഡ് അല്ല. ഓക്കെ, അപ്പം ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി. അപ്പം ഇതിന് വേണ്ടിയിട്ട് ബെഞ്ചമിൻ തോംസൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഒരു എക്സ്പെരിമെന്റൽ ഒബ്സർവേഷൻ നടത്തിയാണ്. അദ്ദേഹം ഈ ബ്രാസ് ക്യാനണില് ഹോള് ഡ്രിൽ ചെയ്യുമായിരുന്നു. ഓക്കെ, ഹോള് ഡ്രിൽ ചെയ്യിപ്പിച്ചു. അപ്പോഴത്തേക്കും അദ്ദേഹം ഒബ്സർവ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഹോള് ഡ്രിൽ ചെയ്യുമ്പോൾ ഒരുപാട് ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഈവൻ ഈ ബ്രാസ് ക്യാനിൽ
ഹോൾസ് ഡ്രിൽ ചെയ്യുവാണ്. അപ്പം ഈ ഹോൾസ് ഡ്രില്ലിങ് ഒരുപാട് ലോട്ട്സ് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ വെള്ളം തിളപ്പിക്കാൻ പാകത്തിന് അത്രയും ഹീറ്റ് അത് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ അവിടെ അദ്ദേഹം നടത്തിയ ഒരു ഒബ്സർവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ഒബ്സർവേഷൻ നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എത്രമാത്രം ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ആവുന്നുണ്ട് എന്നുള്ളത്, എത്രമാത്രം വർക്ക് ഡൺ ചെയ്യുന്നു എന്നുള്ളത്, എത്രമാത്രം വർക്കിന് പ്രപ്പോർഷനാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഈ ഡ്രില്ലിന്റെ ഷാർപ്നെസ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മുടെ കാലറി പിക്ചർ അനുസരിച്ച് ഇപ്പൊ ഒരു ഫ്ലൂയിഡ് ആണുള്ളത്, അപ്പം ഭയങ്കര ഷാർപ്പർ ആയിട്ടൊരു ഡ്രില്ലാണ് നമ്മൾ ഹോൾ ഡ്രിൽ ചെയ്യുവാണല്ലോ. അപ്പൊ ആ ഡ്രില്ല് വളരെ ഷാർപ്പർ ആണെങ്കിൽ കുറെ അധികം ഹീറ്റ് എന്ത് ചെയ്യും, ആ പോഴ്സിൽ നിന്നും പുറത്തേക്ക് ഒഴുകുമായിരുന്നു. പക്ഷെ ദാറ്റ് മീൻസ് ഷാർപ്പർ ഡ്രിൽ ആയതുകൊണ്ട് ആ ഡ്രില്ലിന്റെ ഷാർപ്നെസ് കുറെ അധികം ഹീറ്റിനെ ജനറേറ്റ് ചെയ്യിപ്പിക്കും. പക്ഷെ അങ്ങനെയല്ല കണ്ടിരുന്നത്. എത്രമാത്രം വർക്ക് ആണ് ചെയ്യുന്നത്, അത് ഈ വർക്ക് എന്ന് പറയുന്നത് ഹോഴ്സ് ഉണ്ട്, ഈ ഡ്രില്ലിനെ തിരിക്കാൻ വേണ്ടിയിട്ട് ഹോഴ്സ് ഉണ്ട്. അപ്പൊ അവരാണ് അടുത്ത് വർക്ക് ചെയ്യുന്നത്. എത്രമാത്രം എമൗണ്ട് ഓഫ് എനർജിയാണ് അവിടെ സ്പെൻഡ് ചെയ്യുന്നത്, ലൈക്ക് ആ ഡ്രില്ലിനെ തിരിക്കാൻ. അപ്പൊ ആ വർക്ക് തന്നെയാണ് ഈ ഹീറ്റ്, എത്രമാത്രം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്ത്. അപ്പൊ അതിൻ്റെ അകത്തു നിന്നാണ് ആ ഒരു കൺസെപ്റ്റ്, ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഫ്ലൂയിഡ് അല്ല, അത് എനർജി ആണെന്നുള്ള കൺസെപ്റ്റ് അതിൻ്റെ അകത്തു നിന്നാണ് വന്നത്. ബിക്കോസ് എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് it's proportional to work done, and work done and not on the sharpness of the drill എന്നുള്ളത് പുള്ളി കണ്ടുപിടിച്ചു. സോ ആ ഒരു ഒബ്സർവേഷൻ്റെ അകത്തു നിന്നാണ് മനസ്സിലായത് എന്താണ്, ഹീറ്റ് ഈസ് നോട്ട് എ ഫ്ലൂയിഡ്. ഹീറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഫ്ലൂയിഡ് ആൻഡ് ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി. മാത്രമല്ല ആ എനർജി എന്ന് പറയുന്നത് എന്താണ്, എനർജി, ഈ ഒരു ഇറ്റ് ഈസ് നോട്ട് എ ഫ്ലൂയിഡ്, ഇറ്റ്സ് എ എനർജി. ആൻഡ് ആ എനർജി എന്ന് പറഞ്ഞാൽ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനും സാധിക്കും. അത് ഇവിടെ വർക്ക് എന്ന് പറയുന്നതാണ് ഹീറ്റ് എന്ന് പറയുന്ന ഫോം ഓഫ്, ഇവിടെ എനർജി കൺവേർഷൻ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. വർക്ക് എന്ന് പറയുന്നത് ഓക്കെ ഹീറ്റായി കൺവേർട്ട് ചെയ്യും. അപ്പൊ അതും അവിടെ നിന്നാണ് ആ ഒരു കാര്യം മനസ്സിലായത്. അപ്പം തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ചാപ്റ്ററിന്റെ ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റർ, ഈ ഒരു ചാപ്റ്ററിന്റെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ തെർമോഡൈനാമിക്സ് ആയിരുന്നു അല്ലെ. അപ്പൊ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ആ ഫിസിക്സിന്റെ ആ ബ്രാഞ്ച് ആണ് ഈ ഹീറ്റും ടെമ്പറേച്ചർ ആ കൺസെപ്റ്റ്സും അതുപോലെ തന്നെ ഹീറ്റും മറ്റു ഫോംസ് ഓഫ് എനർജി ആയിട്ടുള്ള കൺവേർഷനും എല്ലാം ഡീൽ ചെയ്യുന്ന ആ ഒരു ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ് ദിസ് തെർമോഡൈനാമിക്സ്. ഹീറ്റ്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ, പിന്നെ അതിന്റെ കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻ ടു അതർ ഫോംസ് ഓഫ് എനർജി, അതെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു ബ്രാഞ്ചിനെയാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പം ഈ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു മാക്രോസ്കോപ്പിക് സയൻസ് ആണ്. ഓക്കെ, മാക്രോസ്കോപ്പിക് മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ആ ഒരു വസ്തുവിന്റെ മോളിക്കുലർ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകത്തില്ല. എങ്ങനെയാണ് മോളിക്യൂൾസും ആറ്റംസും അറേഞ്ച് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ബൾക്ക് ആയിട്ടുള്ള സിസ്റ്റത്തിനെ മാത്രമേ ഇത് സ്റ്റഡി ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം ഡയറക്ട്ലി മെഷർ ചെയ്യാൻ പറ്റുന്ന ചില മാക്രോസ്കോപ്പിക് വേരിയബിൾസ് ആണ് ഈ സ്റ്റഡിയുടെ അകത്തും കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇപ്പൊ മൈക്രോസ്കോപ്പിക് എന്ന് പറയുകയാണെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഒരു ഗ്യാസിനെ സംബന്ധിച്ച് അതിന്റെ മൈക്രോസ്കോപ്പിക് സ്റ്റഡി എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ് അതിന്റെ ഇപ്പം വെലോസിറ്റി, ഇപ്പം ഓരോ മോളിക്യൂൾസും ഗ്യാസിന്റെ ഓരോ മോളിക്യൂൾസിന്റെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, അത് സ്പെസിഫൈ ചെയ്യുന്ന കോർഡിനേറ്റ് ഏതൊക്കെയാണ്, അതെല്ലാം ഡീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ പറയുന്നത് മൈക്രോസ്കോപ്പിക് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. അതായത് ഇവിടെ എന്ന് പറയുന്നത് ഈ ഒരു മോളിക്കുലർ ഡിസ്ക്രിപ്ഷൻ, ആ ഒരു മോളിക്കുലർ സ്ട്രക്ചറിൽ വരുന്ന ഡിസ്ക്രിപ്ഷൻ ഒന്നും തന്നെ ഈ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിൽ ഇല്ല. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഒരു ഗ്യാസിന്റെ സ്റ്റേറ്റിനെ സ്പെസിഫൈ ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്നത് മാക്രോസ്കോപ്പിക് വേരിയബിൾസ് തന്നെയായിരിക്കും. അതായത് മാക്രോസ്കോപ്പിക് വേരിയബിൾസ് എന്ന് പറയുന്നത് ലൈക്ക് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി, അല്ലാതെ മോളിക്കുലർ ലെവലിലേക്കുള്ള സ്റ്റഡികളും ഒന്നും
ഡിസ്ക്രിപ്ഷൻ ഒന്നും ഇവിടെ ഉണ്ടാവില്ല. മാക്രോസ്കോപ്പിക് വേരിയബിൾസ് വെച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുക. ദാറ്റ് മീൻസ് മൈക്രോസ്കോപ്പിക് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രഷർ, അതുപോലെ തന്നെ വോളിയം, അതുപോലെ തന്നെ ടെമ്പറേച്ചർ ആൻഡ് അതിൻ്റെ മാസ് ആൻഡ് കോമ്പോസിഷൻ. അപ്പം ഇതൊക്കെ വെച്ചിട്ടാണ് സ്പെസിഫൈ ചെയ്യുക. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മെഷറബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആണ്, ഡയറക്ട്ലി മെഷർ ചെയ്യാം. അല്ലാണ്ട് അസംഷൻസ് ഒന്നും സ്റ്റാറ്റിസ്റ്റിക്കൽ ആവറേജോ അസംഷനോ ഒന്നും എടുക്കണ്ടേ. മെഷർ ചെയ്യാൻ പറ്റുന്ന ഇതുമാതിരിയുള്ള ക്വാണ്ടിറ്റീസ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് തെർമോഡൈനാമിക്സിൽ വരുന്നത്. ഓക്കെ, അപ്പം ഇതിനി മെക്കാനിക്സും തെർമോഡൈനാമിക്സും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മെക്കാനിക്സ് നമ്മൾ ഓൾറെഡി കണ്ടാണ്. നമ്മൾ ഫസ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സിൽ നമ്മൾ ഡീൽ ചെയ്ത് മെക്കാനിക്സ് ആണ്. അപ്പൊ അവിടെ എന്താണ്, നമ്മൾ ഏതെങ്കിലും ഒരു ഫോഴ്സിന്റെയോ അല്ലെങ്കിൽ ഒരു ടോർക്കിന്റെയോ ഒക്കെ ആക്ഷനിൽ മോഷൻ, പാർട്ടിക്കിളിന്റെയും ബോഡിയുടെയും മോഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ ആസ് എ ഹോൾ എങ്ങനെയാണെന്നുള്ളത് കണ്ടു. പക്ഷെ ഈ തെർമോഡൈനാമിക്സിൽ എന്താണ്, സിസ്റ്റത്തിന്റെ മൊത്തം മോഷനെ കുറിച്ച് പഠിക്കുന്നില്ല. ഈ ഒരു മാക്രോസ്കോപ്പിക് സ്റ്റേറ്റ്, ബോഡിയുടെ മാക്രോസ്കോപ്പിക് സ്റ്റേറ്റിനെ മാത്രമേ അത് കൺസേൺ ആവുന്നുള്ളൂ. അതിന് എക്സാമ്പിൾ ആയിട്ട് ഇപ്പം ഒരു ബുള്ളറ്റ് ഒരു ഗണ്ണിൽ നിന്ന് ഫയർ ചെയ്യാന്ന് വിചാരിക്കാം. ഒരു ബുള്ളറ്റ് ഒരു ഗണ്ണിൽ നിന്ന് ഫയർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ ബുള്ളറ്റിന്റെ മെക്കാനിക്കൽ സ്റ്റേറ്റ്, അതായത് ബുള്ളറ്റിന്റെ കൈനറ്റിക് എനർജി പെട്ടെന്ന് ഫയർ ചെയ്യുമ്പോൾ ചേഞ്ച് ആവും. അല്ലാണ്ട് അവിടെ ബുള്ളറ്റിന്റെ ടെമ്പറേച്ചർ ഒന്നും മാറുന്നില്ല. പക്ഷെ ബുള്ളറ്റ് പോയിട്ട് ഒരു വുഡിലോ എവിടെയെങ്കിലും ചെന്ന് പതിച്ചിട്ട് അത് ആ ബുള്ളറ്റ് അവിടെ ആണ് വീണെന്ന് വിചാരിക്കാം. ഷൂട്ട് ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബുള്ളറ്റ് ഇപ്പോൾ വുഡിലാണെങ്കിൽ അത് തുളച്ച് സ്റ്റോപ്പ് ആവും. ആ സമയത്ത് എന്ത് സംഭവിക്കും, അതിനുണ്ടായിരുന്ന കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ബുള്ളറ്റിന്റെ ടെമ്പറേച്ചറും അതുപോലെ തന്നെ ആ വുഡിന്റെ ലെയറിന്റെ ടെമ്പറേച്ചറും ചേഞ്ച് ആവും. അപ്പം ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ ബുള്ളറ്റിനെ സംബന്ധിച്ച് അതിന്റെ ആ ഇന്റേണൽ മോഷനാണ്. ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആ ബുള്ളറ്റിന്റെ ഇന്റേണൽ മോഷന്റെ ഭാഗമായിട്ടുണ്ടായ എനർജിയാണ്. ഓക്കെ, ബുള്ളറ്റിന്റെ ഇന്റേണൽ മോഷന്റെ എനർജിയാണ് ടെമ്പറേച്ചർ ആയിട്ട് ഇവിടെ വന്നത്. അല്ലാതെ ബുള്ളറ്റിന്റെ മോഷൻ കാരണം അല്ല ഇവിടെ ടെമ്പറേച്ചർ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയാണ് തെർമോഡൈനാമിക്സും മെക്കാനിക്സും ഡിഫറെന്റ് ആകുന്നത്. അപ്പോൾ ആ ഒരു ബ്രാഞ്ച് ആണ് നമ്മൾ ഇനി ഇവിടെ കാണാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഫസ്റ്റ് സെക്ഷനായ 12. ഓക്കെ, മൈ ഇറേസർ ബട്ടൺ ഈസ് നോട്ട് വർക്കിംഗ്. സോ ഞാൻ ഇവിടെ എഴുതാം 12.2. ഓക്കെ, 12.2 ദാറ്റ് ഈസ് തെർമൽ ഇക്വിലിബ്രിയം. അപ്പം ഈ ഒരു സെക്ഷൻ നമുക്ക് നോക്കാം. ഇത്രയും നേരം പറഞ്ഞത് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ സെക്ഷനിലുള്ള കാര്യങ്ങളായിരുന്നു. അപ്പൊ ഇതാണ് നിങ്ങൾ ഇതിൻ്റെ അടുത്ത സെക്ഷൻ, ദാറ്റ് ഈസ് തെർമൽ ഇക്വിലിബ്രിയം. അപ്പൊ അതിലെന്താ നോക്കാം. സോ മെക്കാനിക്സിലെ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ, മെക്കാനിക്സിൽ നമ്മൾ ഇക്വിലിബ്രിയം, ഇഫ് സംതിങ് ഈസ് ഇൻ ഇക്വിലിബ്രിയം മീൻസ് അതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ്, അതുപോലെ ടോർക്കും 0 ആകുമ്പോഴാണ് ആ ബോഡിയുടെ നെറ്റ് ഫോഴ്സും ടോർക്കും 0 ആകുമ്പോൾ നമ്മൾ പറയും ദാറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഓക്കെ, പക്ഷെ ഇതുപോലെയല്ല, ഇത് മെക്കാനിക്സിലെയാണ്. നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് തെർമോഡൈനാമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ആ ഒരു ഇക്വിലിബ്രിയം അല്ല. ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റത്തിനെ ക്യാരക്ടറൈസ് ചെയ്യാൻ നമ്മൾ ഏതെല്ലാം മാക്രോസ്കോപ്പിക് വേരിയബിൾസ് ആണ് സ്പെസിഫൈ ചെയ്യുന്നത്, അത് സമയത്തിനനുസരിച്ച് മാറുന്നില്ലെങ്കിലാണ് നമ്മൾ പറയുന്നത് ദ സിസ്റ്റം ഈസ് ഇൻ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. അപ്പം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ, ആ സിസ്റ്റത്തിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന മാക്രോസ്കോപ്പിക് വേരിയബിൾസ് ഏതാണോ അത് microscopic variables doesn't change with time. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ പറയുന്നത് സിസ്റ്റം ഈസ് ഇൻ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പം സപ്പോസ് ഇപ്പം നമുക്കൊരു ഗ്യാസ് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു റിജിഡ് കണ്ടെയ്നറിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കാം. അത് അതിന്റെ ചുറ്റുപാടിൽ നിന്ന് കംപ്ലീറ്റ്ലി ഇൻസുലേറ്റഡ് ആണ്. അത് ഒരു ഹീറ്റ് ഫ്ലോയും അങ്ങോട്ടും ഇങ്ങോട്ടും എവിടേക്കും ഒന്നും പോകുന്നില്ല. അതിന് ഒരു പ്രഷർ, അതുപോലെ വോളിയം, ടെമ്പറേച്ചർ, അതുപോലെ അതിന്റെ മാസ്, ഇതൊക്കെയാണ് നമ്മുടെ മാക്രോസ്കോപ്പിക് വേരിയബിൾസ്. ഓക്കെ, കോമ്പോസിഷൻ, അതിനെല്ലാം ഫിക്സഡ് വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഫിക്സഡ് വാല്യൂസ് ആണെങ്കിൽ സമയത്തിനനുസരിച്ച് ചേഞ്ച് ആവുന്നുമില്ല എങ്കിൽ എന്താണ് നമുക്ക് പറയാം, അതൊരു തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇൻ ജനറൽ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണോ അല്ലയോ എന്നുള്ളത് അതിന്റെ സറൗണ്ടിങ്സിനെയും അതുപോലെ തന്നെ സിസ്റ്റത്തിനെ സറൗണ്ടിങ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ വോളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
അപ്പം അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെയുള്ള ഒരു കാര്യമാണ്. ഇപ്പം രണ്ട് ഗ്യാസസ് ഉണ്ടെന്ന് വിചാരിക്കുക. വി ഹാവ് ടു ഗ്യാസസ്, എയും ബിയും. ഇത് രണ്ട് ഗ്യാസസ് ആണ്, അത് രണ്ട് കണ്ടെയ്നറിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് ഈ പ്രഷറിനെയും ഈ ഗ്യാസിന് എയും ബിയും എന്ന് പറഞ്ഞ് രണ്ട് ഗ്യാസിനെ ഡിഫൈൻ ചെയ്യാൻ തൽക്കാലം രണ്ട് വേരിയബിൾസ് ആയിട്ടുള്ള, ബിക്കോസ് നമുക്ക് അതിന്റെ പ്രഷറും വോളിയം വെച്ച് ഗ്യാസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുമല്ലോ. അപ്പം പ്രഷറും വോളിയം ഉപയോഗിച്ച് നമ്മൾ ഈ ഗ്യാസിനെ നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാം. അത് നമുക്ക് രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് ഇവിടെ ചിന്തിക്കാം. അപ്പം ഈ പ്രഷറും വോളിയം ഓഫ് ഗ്യാസ് എയെ ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. അതായത് പ്രഷർ പി സബ്സ്ക്രിപ്റ്റ് എ എന്ന് പറഞ്ഞാൽ പ്രഷർ ഓഫ് ഗ്യാസ് എ, ബി സബ്സ്ക്രിപ്റ്റ് എ എന്ന് പറഞ്ഞാൽ പ്രഷർ ഓഫ് ഗ്യാസ് ബി. അതുപോലെ തന്നെ പ്രഷറും വോളിയം ഗ്യാസ് ബിയുടെ ഞാനിപ്പം പി സബ്സ്ക്രിപ്റ്റ് ബി എന്ന് വെച്ചാൽ വോളിയം ബിയുടെ പ്രഷറും വി സബ്സ്ക്രിപ്റ്റ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വോളിയം ഇങ്ങനെ എടുക്കുകയെന്ന് വിചാരിക്കാം. അപ്പം ഇതിനെ രണ്ടിനെ ഇങ്ങനെ അടുത്തടുത്ത് വെക്കുകയാണ്. അത് അടുത്തടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അടുപ്പിച്ച് വെക്കുന്നില്ല. അതായത് ഇവിടെ ഇതാണിപ്പം എ എന്ന് പറയുന്ന ഗ്യാസ് ഇതാണെന്ന് വിചാരിക്കാം, ഇത് ബി എന്ന് പറയുന്ന ഗ്യാസും ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ദിസ് ഇസ് എ എന്ന് പറഞ്ഞ ഒരു പ്രഷർ പിയിലും ബി എന്ന് പറഞ്ഞ പ്രഷർ പി ബിയിലുമാണ്. എ എന്ന് പറയുന്നതിന്റെ വോളിയം ബി എ ആണ്, ബി എന്ന് പറയുന്നതിന്റെ വോളിയം ബി ബി ആണ്. ഇതിനെ ഇങ്ങനെ അടുത്ത് വെക്കുകയാണ്. പക്ഷേ ഇതിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്, ഒരു വോൾ വെച്ച് സെപ്പറേറ്റ് ചെയ്യിക്കുന്നു. ഈ വോൾ എന്ന് പറയുന്നത് ഒരു അഡയബാറ്റിക് വോൾ ആണെന്ന് വിചാരിക്കാം. ദിസ് ഇസ് ആൻ അഡയബാറ്റിക് വോൾ. അഡയബാറ്റിക് വോൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇത്, ആൻഡ് ദിസ് ഇസ് മൂവബിൾ ഓൾസോ. ഓക്കെ, എനിക്കിത് മൂവ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം അഡയബാറ്റിക് വോൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള വോൾ. അതായത് ഇൻസുലേറ്റിംഗ് എന്ന് വെച്ചാൽ ഈ ഒരു വോള് കാരണം ഈ എന്ന് ബിയിലേക്കോ ബിന്ന് എയിലേക്കോ ഒന്നും ഒരു ഹീറ്റ് ഫ്ലോ നടക്കത്തില്ല. അത് ഹീറ്റ് ഫ്ലോ ഒട്ടും സമ്മതിക്കാത്ത വോൾ, ഹീറ്റ് ഫ്ലോ അലോ ചെയ്യാത്ത വോളാണ് അഡയബാറ്റിക് വോൾ. അപ്പം അങ്ങനെ ഒരു വോൾ വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കാന്ന് വിചാരിക്കാം. അത് മാത്രമല്ല, ഇനി ഇത് ചുറ്റുമായിട്ടും സറൗണ്ടിങ്സുമായിട്ടും ഇവിടെ നമ്മൾ ഇതുപോലത്തെ ഒരു അഡയബാറ്റിക് വോൾ കൊടുക്കാന്ന് വിചാരിക്കാം. അത് ഇതിന് ചുറ്റും ഓൾസോ അഡയബാറ്റിക് വോൾ ഉണ്ട്. ഇവിടെയും വി ഹാവ് ദിസ് അഡയബാറ്റിക് വോൾ. അതായത് അതിന്റെ സറൗണ്ടിങ്സും ആയിട്ട് ഇപ്പം ഇതിനെ മൊത്തത്തിൽ നമ്മളൊരു സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ എന്താണ് ഇവിടെ ചുറ്റും, അത് എക്ക് ഇങ്ങോട്ട് എക്ക് സറൗണ്ടിങ്സിലേക്കോ അല്ലെങ്കിൽ ബിയിലേക്കോ ഒന്നും തന്നെ ഒരു ഹീറ്റ് ഫ്ലോ നടത്താൻ സാധിക്കില്ല. അതുപോലെ തന്നെ ബിക്കും എയിലേക്കോ അല്ലെങ്കിൽ അതിന്റെ ചുറ്റും ഇത് സറൗണ്ടിങ്സ് ആണ്, അപ്പം അവിടേക്ക് ഒന്നും ഹീറ്റ് ഫ്ലോ നടത്താൻ പറ്റില്ല. ബിക്കോസ് അതിനെ സെപ്പറേറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്ന സിസ്റ്റംസ് തമ്മിലും സിസ്റ്റം സറൗണ്ടിങ്സും തമ്മിലും ഒക്കെ സെപ്പറേറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്ന അഡയബാറ്റിക് വോളാണ്, ഹീറ്റ് ഫ്ലോ അലോ ചെയ്യാത്ത ഒരു വോളാണ്. അപ്പം ഇൻ ദാറ്റ് കേസ് നമുക്കിപ്പം നമ്മൾ സ്പെസിഫൈ ചെയ്ത ഇനീഷ്യൽ വാല്യൂ പ്രഷർ ആൻഡ് വോളിയം ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ പി എ ബി എ ആണ്. അതുപോലെ ഗ്യാസ് ബിയുടെ പ്രഷറും വോളിയം എന്ന് പറഞ്ഞാൽ പി ബി വി ബി ആണ്. അതൊരിക്കലും ചേഞ്ച് ആവാതെ അതേപോലെ നിൽക്കും, ബിക്കോസ് അഡയബാറ്റിക് വോൾ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതേ ഗ്യാസ് തന്നെ നമ്മുടെ എന്താണ് gas A with pressure P and B with volume. The erased working. So gas A with pressure A and volume A, and gas B with pressure B, pressure PB and volume VB. അപ്പം ഇത് തന്നെ ഇതാണ് നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻസ്. ഇത് തന്നെ നമ്മൾ ഇനി ഇതിങ്ങനെ അടുത്തടുത്ത് വെക്കുന്നു. പക്ഷെ ദിസ് ടൈം സോ ദിസ് ഈസ് എ, ഇതാണ് പ്രഷർ എയും വോളിയം ബിയും. ഓക്കെ, ഇതിൻ്റെ അടുത്ത് കൊണ്ട് നമ്മൾ ബി എയും വെക്കുന്നു, അടുത്ത് തന്നെ വെക്കുന്നു. പക്ഷെ ഇതിനെങ്ങനെ സെപ്പറേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഒരു വോള്. ഓക്കെ, ഈ വോള് ഡയാതെർമിക് വോളാണെന്ന് വിചാരിക്കാം. ദിസ് ഇസ് എ ഡയാതെർമിക് വോൾ. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു ഡയതെർമിക് വോളാണ്. ആൻഡ് ഇതിന് ചുറ്റും എന്താണ്, ഇപ്പം ഇത് ചുറ്റും അഡയബാറ്റിക്കും ആണെന്ന് വിചാരിക്കാം. ഫുള്ളുള്ളത് അഡയബാറ്റിക്കും ആണെന്ന് വിചാരിക്കാം. പക്ഷെ ദിസ് ഇസ് ഡയതെർമിക് വോൾ. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഇത് ഹീറ്റ് ഫ്ലോ നടത്താൻ സമ്മതിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ഡയതെർമിക് വോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ഫ്ലോ അനുവദിക്കുന്ന വോളാണ് ഡയതെർമിക് വോൾ. അപ്പൊ എന്താണ്, ഇവിടെ ഹീറ്റ് ഫ്ലോ നടക്കും. എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് എയിലേക്കും ഒക്കെ ഹീറ്റ് ഫ്ലോ അനുവദിക്കുന്ന വോളാണല്ലോ ഡയതെർമിക് വോൾ. ദാറ്റ് മീൻസ് എന്താണ്, ഇവർ തമ്മിൽ ഹീറ്റ് ഫ്ലോ ഉണ്ടാവും. സോ ഹീറ്റ് ഫ്ലോ ഉണ്ടാവുകയും ഈ ഒരു മൈക്രോസ്കോപ്പിക് വേരിയബിൾസ് ആയ പ്രഷറും വോളിയം ചേഞ്ച് ചെയ്യും ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തുന്നിടം വരെ. അത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു
ആഫ്റ്റർ സം ടൈം അത് എന്താണ് ഹീറ്റ് ഫ്ലോ നടത്തി ആഫ്റ്റർ സം ടൈം മേ ബി ഇക്വിലിബ്രിയം ആകുമ്പോഴത്തേക്കും ഗ്യാസ് എയുടെ പ്രഷർ എന്ന് പറഞ്ഞാൽ പി പ്രൈം എയും അതിന്റെ വോളിയം വി പ്രൈം എയും അതുപോലെ തന്നെ ഗ്യാസ് ബിയുടെ പ്രഷർ എന്ന് പറഞ്ഞാൽ പി ബി പ്രൈമും അതിന്റെ വോളിയം വി ബി പ്രൈമും ആകുന്നിടം വരെ ഹീറ്റ് ഫ്ലോ നടത്തുന്ന വിചാരിക്കും. ഇപ്പൊ ഇതാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഫൈനലി ഇക്വിലിബ്രിയത്തിലെത്തി. അപ്പം ഇനി ഈ സ്റ്റേറ്റ് മാറത്തില്ല അൺടിൽ അതായത് ഈ സ്റ്റേറ്റിൽ എത്തുന്നിടം വരെ, അതായത് ഈ ഒരു സ്റ്റേറ്റ് എത്തുന്നിടം വരെ എന്താണ് ഇനിയൊരു എനർജി ഫ്ലോ പോസിബിൾ അല്ല. ലൈക്ക് ഇനി എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യത്തില്ല എന്നൊരു കണ്ടീഷൻ വരെ എത്തുന്നിടം വരെ എനർജി ഫ്ലോ ഉണ്ടാവും. ആ സമയത്ത് അവരുടെ എന്താണ് ഈ മൈക്രോസ്കോപ്പിക് വേരിയബിൾസ് ചേഞ്ച് ആവും. പി എ എന്നുള്ളത് പി എ പ്രൈമും വി എ എന്നുള്ളത് വി എ പ്രൈമും പിന്നെ പി ബി എന്നുള്ളത് പി ബി പ്രൈമും വി ബി എന്നുള്ളത് വി ബി പ്രൈമും ആവുകയാണെങ്കിൽ ഇനി അത് മാറാതെ അവിടെ നിൽക്കും. അപ്പം നമ്മൾ പറയും ഇൻ ദാറ്റ് കേസ് നമ്മൾ പറയും സിസ്റ്റം എ ഈസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് സിസ്റ്റം ബി എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞു. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഹീറ്റ് ഫ്ലോ നടക്കുന്നു അൺടിൽ നോ മോർ എനർജി ഫ്ലോസ്. അപ്പം അവിടെ എന്തായിരിക്കും അതിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത്, ഈ ഒരു തെർമൽ ഇക്വിലിബ്രിയത്തിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഇറ്റ്സ് ദ ടെമ്പറേച്ചർ. ഓക്കെ, തെർമൽ ഇക്വിലിബ്രിയത്തിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത് ആ ഒരു വേരിയബിൾ എന്ന് പറഞ്ഞ അടുത്ത് ടെമ്പറേച്ചർ ആണ്. അപ്പം ഹീറ്റ് ഫ്ലോ നടക്കുക എന്ന് പറയുന്നത് അൺടിൽ ദ ടെമ്പറേച്ചർ ബിക്കംസ് ഈക്വൽ ഇൻ ബോത്ത് ദ സിസ്റ്റം, അവിടം വരെ ഈ ഒരു എനർജി ട്രാൻസ്ഫർ ഉണ്ടാവും. അപ്പം രണ്ടിന്റെ ടെമ്പറേച്ചർ ഈക്വൽ ആയി കഴിയുമ്പോൾ പിന്നെ എനർജി ഫ്ലോ ഒന്നും ഉണ്ടാവില്ല, ഇക്വിലിബ്രിയത്തിലെത്തും. അപ്പോഴാണ് നമ്മൾ പറയുക സിസ്റ്റം എയും സിസ്റ്റം ബിയും ഇക്വിലിബ്രിയത്തിലെത്തി എന്ന് പറയാം. ആ സമയത്തുള്ള അവരുടെ പ്രഷറിനും വോളിയത്തിന്റെ അവർ ഏത് ഫൈനൽ വാല്യൂ അറ്റൈൻ ചെയ്ത് അത് പിന്നെ ചേഞ്ച് ആകത്തില്ല. ഓക്കെ, സോ ഈ ഒരു തെർമോഡൈനാമിക്സ് ഈ ടെമ്പറേച്ചറിന്റെ കൺസെപ്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് സീറോത്ത് ലോ, അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അത് നോക്കാം. സോ താങ്ക് യു.